നമസ്കാരം. ആരംഭിച്ചിരിക്കുകയാണ് പെരുമഴക്കാലം. കോരിച്ചൊരിയുന്ന മഴ, ചുട്ടുപൊള്ളി നിന്നിരുന്ന അന്തരീക്ഷവും നമ്മുടെ മനസ്സുമൊക്കെ തണുപ്പിച്ചിട്ടുണ്ടല്ലേ. പക്ഷേ തെല്ലൊരു ശ്രദ്ധ മഴയുടെ മേലും വേണം. മുൻകാല ഓർമ്മകൾ, അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. മഴക്കെടുതികളും അപകടങ്ങളും നമ്മുടെ ചെറിയ ചെറിയ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാർത്താരംഭം ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കനത്ത മഴ. രാത്രി പെയ്ത മഴയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തൃശൂർ അശ്വനി ആശുപത്രിയിലും വെള്ളം കയറി. പലയിടത്തും വെള്ളക്കെട്ട്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചു. പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിൽ വിശദാന്വേഷണത്തിന് തുടക്കം. 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. കർഷകരുടെ നഷ്ടം കണക്കാക്കാൻ ഇന്ന് യോഗം. പേരുടെ ജീവനെടുത്ത പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്ത കേസിൽ വിചാരണ നടപടിക്ക് തുടക്കം. 51 പ്രതികളും കൊല്ലം കോടതിയിൽ ഹാജരാകും. കേസിൽ 41 പ്രതികൾക്കെതിരെ കൊലക്കുറ്റം. ജഫ്രിയുടെ കസ്റ്റഡി മരണത്തിൽ 2ാം ഘട്ട തിരിച്ചറിയൽ പരേഡ് ഇന്ന്. കാക്കനാട് ജില്ലാ ജയിലിൽ തിരിച്ചറിയൽ പരേഡ് വൈകിട്ട്. തിരിച്ചറിയലിനായി സുപ്രധാന സാക്ഷികൾ. തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക്. 6ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. തെരഞ്ഞെടുപ്പ് ശനിയാഴ്ച. 58 മണ്ഡലങ്ങളിലായി 895 സ്ഥാനാർത്ഥികൾ ജനവിധി തേടും. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇറാൻ പ്രസിഡന്റിന്റെ ഖബറടക്കം ഇന്ന്. ചടങ്ങ് മാഷാദിലെ ഇമാം റസ പള്ളിയിൽ. അന്ത്യാഞ്ജലി അർപ്പിച്ച 60ഓളം രാജ്യങ്ങളുടെ പ്രതിനിധികൾ. IPL എലിമിനേറ്ററിൽ രാജസ്ഥാൻ റോയൽസിന് ആവേശ ജയം. ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിനെ തോൽപ്പിച്ചത് 4 വിക്കറ്റിന്. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ്. കൊച്ചിയിൽ പെയ്ത കനത്ത മഴയിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. തിരുവനന്തപുരത്ത് രാത്രി തുടങ്ങിയ മഴയ്ക്ക് ഇപ്പോഴും ശമനമില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തൃശൂർ അശ്വനി ആശുപത്രിയിലും അടക്കം വെള്ളം കയറി. കോട്ടയത്ത് മീൻ പിടിക്കാൻ പോയി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഓണംതുരുത്ത് മാങ്ങാട്ടുകുരി സ്വദേശി വിമോദ് കുമാറാണ് മരിച്ചത്. കൊല്ലം കല്ലടയിൽ തെങ്ങ് വീണ് വീട് തകർന്നു. കിഴക്കേ കല്ലട കൊച്ചുപ്ലാമൂട് സ്വദേശി ഷാജിയുടെ വീടാണ് തകർന്നത്. ഓടിട്ട വീടിന്റെ കിടപ്പുമുറിയും അടുക്കളയും പൂർണ്ണമായി തകർന്നു. ഇടുക്കി മുതൽ വയനാട് വരെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. കടലാക്രമണവും രൂക്ഷമാണ്. വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ മഴയുടെ സാഹചര്യം വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാണ്. ആദ്യം തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് ഡാൻ കുര്യൻ ഉണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ കനത്ത മഴയാണ്. തിരുവനന്തപുരത്ത് ആ മഴയ്ക്ക് ഇപ്പോഴും ശമനമില്ല. എന്താണ് തീരപ്രദേശങ്ങളിലെ അടക്കം സാഹചര്യം നിലവിൽ? ഭവ്യ, അല്പസമയം മുമ്പാണ് ശക്തമായ മഴ വീണ്ടും തിരുവനന്തപുരത്ത് ആരംഭിച്ചിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ശംഖുമുഖത്താണ്. വലിയ തരത്തിൽ തിരമാലകൾ അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. സ്വാഭാവികമായി 2 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നേരത്തെ തന്നെ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്കടക്കം വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ആരും മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകരുത് എന്നാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ
കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നടക്കം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ ശക്തമായ മഴ നാളെ വരെ തിരുവനന്തപുരത്ത് തുടർന്നേക്കും എന്ന് തന്നെയാണ് സൂചന. അല്പസമയം മുമ്പ് വലിയ കാറ്റോടെ ആരംഭിച്ച മഴ തീരമേഖലയിൽ തകർത്ത് പെയ്യുന്ന സാഹചര്യമാണ് നിലവിൽ. കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ തരത്തിലുള്ള കടലാക്രമണ സാധ്യത കൂടി തീരമേഖലയിലെ ജനങ്ങളെ ആശങ്കയിലാക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും നഗരസഭ അധികൃതരുടെയൊക്കെ ഭാഗത്ത് നിന്ന് നഗരത്തിലെ വെള്ളക്കെട്ടുകൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിതമായ നടപടികൾ മറുവശത്ത് പുരോഗമിക്കുകയുമാണ്. അതിനിടയിലാണ് വീണ്ടും കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ വേനൽ മഴ കാലവർഷത്തിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ അതിശക്തമായ രീതിയിൽ തിരുവനന്തപുരത്ത് തുടരുന്ന ഒരു പശ്ചാത്തലമുള്ളത്. ഭവ്യ, ഡാൻ, ഏതാനും മണിക്കൂറുകൾ മാത്രം നീണ്ടുനിന്ന മഴ പെയ്തപ്പോൾ പോലും തിരുവനന്തപുരം നഗരം വെള്ളത്തിൽ മുങ്ങിയത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മൺസൂൺ അടുക്കുമ്പോൾ എന്തായിരിക്കും സാഹചര്യം, നഗരം എത്രമാത്രം വെള്ളത്തിലായിരിക്കുമെന്നുള്ള ആശങ്കയടക്കം ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? സ്വാഭാവികമായി വലിയ തരത്തിലുള്ള ഒരു ആശങ്ക തന്നെയാണ് തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ച് തീരമേഖലയിൽ വലിയ തുറയിലും ചെറിയ തുറയിലും ഒക്കെ അഞ്ചതെങ്കിലും ഒക്കെയുള്ള തീരദേശവാസികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതും അത് തന്നെയാണ്. ശംഖുമുഖത്ത് അതിശക്തമായ കാറ്റും വലിയ തരത്തിലുള്ള കടലാക്രമണത്തോട് ശരി, കനത്ത മഴയിലാണ് വഴിയിലേക്ക് വെള്ളം ഇരച്ചെത്തിയേക്കുമെന്ന തരത്തിൽ സൂചന തരുന്നത് പോലെ തന്നെയാണ് തിരമാലകൾ, വലിയ തിരമാലകൾ അടിച്ചു കയറുന്ന ഒരു സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ശരി, അതിശക്തമായ മഴയാണ് തിരുവനന്തപുരത്തും ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴ ഇപ്പോഴും തുടരുകയാണ്. വരും മണിക്കൂറിൽ മഴ ശക്തമാകും, പ്രത്യേകിച്ചും തലസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടക്കം നൽകുന്ന വിവരങ്ങൾ. കടലാക്രമണ ഭീഷണിയടക്കം നിലനിൽക്കുന്നുണ്ട്. തീരദേശവാസികൾക്ക് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്തു നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. നമുക്കിനി ആലപ്പുഴയിലേക്ക് കൂടി പോവേണ്ടതുണ്ട്. ആലപ്പുഴയിലും അതിശക്തമായ മഴയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആലപ്പുഴയിൽ ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, എന്താണ് ആലപ്പുഴയുടെ ഒരു സാഹചര്യം? ഇന്ന് രാവിലെ മുതൽ മഴയുണ്ടോ അവിടെ? വെള്ളക്കെട്ടുണ്ടോ? കാരണം മറ്റ് ജില്ലകളിലടക്കം പ്രത്യേകിച്ചും തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെ വലിയ വെള്ളക്കെട്ടാണ്. ആ ഒരു സാഹചര്യം ആലപ്പുഴയിൽ നിലനിൽക്കുന്നുണ്ടോ? എന്താണ് അവിടുത്തെ സാഹചര്യം നിലവിൽ? നിലവിൽ ആലപ്പുഴയിൽ മഴയില്ല, കുറച്ച് ആശ്വാസകരമായ സാഹചര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഇടവിട്ട മഴയാണ് ഉണ്ടായിട്ടുള്ളത്. തീവ്രമായ ഒരു മഴയുടെ സാഹചര്യത്തിലേക്കോ വെള്ളക്കെട്ടിലേക്കോ പോയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. മറിച്ച് കുട്ടനാടിന്റെ മേഖലകളിൽ, അതായത് പമ്പയാറിന്റെ തീരപ്രദേശങ്ങളടക്കമുള്ള താഴ്ന്ന ഇടങ്ങളിൽ മഴയിൽ വെള്ളം കെട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഒരു ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് എത്തിയിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും ജില്ലയിൽ തുറക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ആലപ്പുഴയിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന പ്രതിസന്ധിയാണ്. അതായത് നമ്മളിപ്പോൾ കാണുന്നത്, ഇപ്പോൾ ഉള്ളത് അമ്പലപ്പുഴ ഭാഗത്താണ്, അറവുകാട് ഭാഗത്താണ് അമ്പലപ്പുഴയിലെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ കാണാം റോഡുകളിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് മഴ കൂടി പെയ്തതോടുകൂടി അത്തരത്തിൽ വെള്ളം വന്ന് നിറയുകയും അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണം ഇത്തവണയും ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നൊരു ഘട്ടമുള്ളത് കൊണ്ട് തന്നെ കായംകുളം അടക്കമുള്ള മേഖലകളിൽ വലിയ പ്രതിസന്ധിയുണ്ട്. പ്രത്യേകിച്ച് അവിടെയുള്ള റോഡിനോട് ചേർന്നുള്ള കടകളിലൊക്കെ വെള്ളം, മഴയൊന്ന് പെയ്താൽ തന്നെ വെള്ളം ഇറങ്ങുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. റോഡ് ഉയർന്നു നിൽക്കുകയും പ്രദേശങ്ങൾ താഴ്ന്നു നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രാത്രി കാലങ്ങളിലൊക്കെ മഴ പെയ്യുമ്പോൾ ഈ ദേശീയപാതയിൽ പലയിടങ്ങളിലും ലൈറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പോകുന്ന ഇത്തരത്തിൽ ഉള്ള ഇടങ്ങളിലൊക്കെ അത് ഡിവൈഡറുകളും ഒപ്പം ഈ കുഴികളും വലിയ രീതിയിലുള്ള ഒരു അപകട സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. തീരദേശത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തീരദേശ മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് കള്ളക്കടൽ പ്രതിഭാസമടക്കം ബാധിച്ച ആലപ്പുഴ, ഏറ്റവും കൂടുതൽ തീരദേശമുള്ള ജില്ലകളിലൊന്നാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ വലിയ വറുതിയുടെ കാലമാണ് തീരദേശത്ത് എന്ന് പറയാം.
തോട്ടപ്പള്ളിയും ഒപ്പം തന്നെ തണ്ണീർമുക്കം ബണ്ടും അതിന്റെ സ്പിൽവേയുടെ ഷട്ടറുകൾ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിലും അതൊരു പൂർണ്ണമായ രീതിയിലേക്ക് തുറന്ന് പ്രവർത്തിപ്പിക്കാനായി കഴിയാത്ത സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഷട്ടറുകളുടെ കേടുപാടുകൾ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തോട്ടപ്പള്ളിയിലൂടെ ഇനി മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പൂർണ്ണമായും ജലം പുറത്തേക്ക് പുറന്തള്ളുന്ന രീതിയിൽ ഷട്ടറുകളുടെ അടക്കം പ്രശ്നം പരിഹരിച്ചാൽ മാത്രമേ മഴക്കാലത്തെ കാര്യമായ രീതിയിൽ കുട്ടനാട്ടിലേക്ക് വെള്ളം കരകവിഞ്ഞൊഴുകാതെ തോട്ടപ്പള്ളി വഴി പുറന്തള്ളാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഈ ഷട്ടറുകളുടെ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട സാഹചര്യം തന്നെയുണ്ട്. പക്ഷേ ഏറ്റവും അധികം പ്രതിസന്ധി ഇപ്പോൾ മഴയെ തുടർന്ന് ആലപ്പുഴയിൽ അനുഭവിക്കുന്നത് ആലപ്പുഴയുടെ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന ജനങ്ങളുടേതാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ശരണ്യ, നമുക്കറിയാം ആലപ്പുഴയെ സംബന്ധിച്ച് കൂടുതലും താഴ്ന്ന പ്രദേശങ്ങളുള്ള ജില്ലയാണ്, കൂടുതലും അത്തരത്തിൽ പ്രദേശങ്ങൾ കൂടുതലുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, എന്തൊക്കെ മുന്നറിയിപ്പാണ് ഇനി വരാൻ പോകുന്നത്? മൺസൂണാണ്, വലിയ മഴക്കാലം മുന്നിൽ വരാൻ പോകുന്നു. ഇപ്പോഴത്തെ മഴയിൽ പോലും വലിയ പ്രതിസന്ധി അവിടുത്തെ ആലപ്പുഴക്കാർ നേരിടുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്തൊക്കെ മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടം നൽകിയത്? അതിന്റെ വിവരങ്ങൾ കൂടി. ആലപ്പുഴയിലും വലിയ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത്. പക്ഷേ ഇന്ന് രാവിലെ വലിയ മഴയില്ലാത്തൊരു സാഹചര്യമാണ് നിലവിൽ ആലപ്പുഴയിലെന്നാണ് ശരണ്യ സ്നേഹജൻ നൽകുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ വരും മണിക്കൂറിൽ മഴ ശക്തമാവാനുള്ള സാധ്യത ജില്ലയിലുണ്ട് എന്നാണ് പറയുന്നത്. മഴക്കാലമാകുന്നതിന് മുൻപ് തന്നെ വലിയ പ്രതിസന്ധി ആലപ്പുഴക്കാർ നേരിടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും മണിക്കൂറിൽ മഴ ജില്ലയിൽ ശക്തമായിരിക്കും. താഴ്ന്ന പ്രദേശമാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ വലിയ മുന്നറിയിപ്പുകൾ തീരദേശവാസികൾക്കടക്കം കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. നിലവിൽ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല എന്നാണ് ശരണ്യ നൽകുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും തെക്കൻ മധ്യ കേരളത്തിൽ കനത്ത മഴ നിർത്താതെ പെയ്യുകയാണ്. നിലവിൽ റെഡ് അലേർട്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പുകൾ, മഴ മുന്നറിയിപ്പ് കൃത്യമായി നൽകിയിട്ടുണ്ട്. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്കടക്കം ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും വലിയ മഴയാണ്. നമുക്കറിയാം ആലപ്പുഴയുടെ കാര്യമാണ് ശരണ്യ പറഞ്ഞുകൊണ്ടിരുന്നത്. ആലപ്പുഴ തുറവൂരിലടക്കം ദേശീയപാതയിലേക്ക് വെള്ളം കയറി ഗതാഗതമടക്കം തടസ്സപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഈ ഒരു മഴക്കാലത്ത് ആലപ്പുഴക്കാർ നേരിടുന്ന ദേശീയപാതയിലേക്ക് വെള്ളം കയറുന്ന ദേശീയപാതയിൽ കൂടെയുള്ള ഗതാഗതത്തിനുള്ള തടസ്സമാണ് പ്രധാനമായും ആലപ്പുഴക്കാർ നേരിടുന്നത്. എന്തായാലും വലിയ മഴയാണ് ആലപ്പുഴ ജില്ലയിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കേണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. ആലപ്പുഴ മാത്രമല്ല മറ്റു ജില്ലകളിലും സമാന സാഹചര്യമാണ്. നമുക്ക് എറണാകുളത്തേക്ക് സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ വലിയ മഴയായിരുന്നു. ശരണ്യ സ്നേഹജൻ തുടരുന്നുണ്ട്. ശരണ്യ, ഞാൻ ചോദിച്ചത് ഇതായിരുന്നു. നമുക്കറിയാം ആലപ്പുഴ ഒരു കൂടുതലും താഴ്ന്ന പ്രദേശങ്ങളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വെള്ളക്കെട്ടുണ്ടാവാനും വീടുകളിലടക്കം വെള്ളം കയറാനും സാഹചര്യമുള്ള ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്നത് മുന്നോട്ടുള്ളത് വലിയ മഴക്കാലമാണ്. ഈ മഴക്കാലത്തെ നേരിടാൻ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് അല്ലെങ്കിൽ മുന്നറിയിപ്പുകളാണ് ഭരണകൂടം നൽകിയിട്ടുള്ളത് ആലപ്പുഴക്കാർ? ആലപ്പുഴയിൽ പ്രധാനമായും കടലും കായലും ഒക്കെ ഇടകലർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് കുട്ടനാട് അടക്കമുള്ള താഴ്ന്ന മേഖലകളുള്ളതും ആണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ട ഒരു ജില്ലയാണ്. പ്രത്യേകിച്ച് ഈ ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ജലജന്യ രോഗങ്ങളൊക്കെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. H1N1 10 പേരിൽ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടിയാണ് പോകുന്നത്. എന്തായാലും റോഡിലൂടെ യാത്ര അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് എന്നുള്ളതാണ്. നമ്മളോടിപ്പം ഒരു വഴിയാത്രക്കാരനായ ഒരു വ്യക്തിയുണ്ട്. എന്താ പേരെന്താ? എങ്ങനെയുണ്ട് ഈ യാത്ര? എങ്ങനെയുണ്ട് യാത്ര? ദുർഘടമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടി പോലും പോകാനുള്ള പാടാണ്. ഒരു വൺ സൈഡാണ്, എന്നാലും ഇപ്പുറം വഴി ആയാലും വെള്ളക്കെട്ട് കാരണം വണ്ടി ഇപ്പുറം വഴി പോകുന്നില്ല. അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇടയ്ക്കൊക്കെ എന്തെങ്കിലും വെള്ളക്കെട്ടിൽ താഴ്ചയുണ്ട്. അപ്പോൾ അത് ആ ഭാഗം നല്ല താഴ്ചയുണ്ട്, ചെറിയ താഴ്ചയുണ്ട്. അപ്പോൾ അത് വണ്ടി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ മറ്റുള്ള വണ്ടി വന്ന് പുറകെ ഒന്ന് ഇടിക്കാറൊക്കെ ഉണ്ട്. ഈ അരികിലുള്ള വീടുകളുടെ ഒരു സാഹചര്യം എങ്ങനെയുണ്ട്? വെള്ളക്കെട്ട് കുറച്ചൊക്കെ ഉണ്ട്. അടുത്ത ചില സ്ഥലത്തൊക്കെ വെള്ളക്കെട്ടുകൾ പോലൊക്കെ ഉണ്ട്. മഴ തുടങ്ങിയിട്ടുള്ളത് ചെറുതുണ്ട്. കാണാം, വീട്ടിലൊരു പോലും പോകാനുള്ള സിറ്റുവേഷൻ ഇല്ല. കാണാൻ ATM അടുത്തുള്ള
കമ്പിയാണ് അവർക്ക് ഇറങ്ങിപ്പോകാൻ. കുഴികളിനകത്തും ദേശീയപാതയിൽ ഈ ഇപ്പം വെള്ളം വന്നപ്പോൾ നന്നായി മൂടിക്കിടക്കുവാണ്. ഈ കുഴികളിനകത്ത് എന്തെങ്കിലും നിർമ്മാണം ഇവിടെ നടന്നിരുന്നു. എന്നാലും വെള്ളക്കെട്ടുകളാണ് പ്രശ്നമാണ്. ഇതിപ്പോൾ നല്ലോണം കിടക്കുമായിരുന്നെങ്കിൽ ആ വഴി കൂടെ വണ്ടി നേരെ കയറി പോകാമായിരുന്നു. അതാണ്, അതായത് അദ്ദേഹം പറയുന്നത് ഈ നമ്മുടെ ബാക്കിൽ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ദേശീയപാതയിൽ നിന്നും ഈ പുന്നപ്ര അറവുകാട് ഭാഗത്തേക്ക് വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്ത് കയറുന്ന ഒരു സ്ഥലമാണ്. ആ കയറുന്ന ഭാഗത്ത് തന്നെയാണ് കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ വെള്ളം വന്ന് നികന്നു വരുന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ആ കുഴികൾ ശ്രദ്ധയിൽപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, വാഹനങ്ങൾ അവിടെ വന്ന കുഴിയിലേക്ക് വീഴുകയും പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പിന്നിലേക്ക് വന്ന് ഇടിക്കാൻ ഉള്ളൊരു സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് കരുതാം. അത്തരത്തിൽ ദേശീയപാത ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഉള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ കുട്ടനാട്ടിലടക്കം വേറെ എവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല. പക്ഷേ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ ഇപ്പോൾ ജില്ലയിൽ നിന്ന് റെഡ് അലേർട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ മഴ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ പൊതുവെ ഇപ്പോൾ നിലവിൽ അന്തരീക്ഷം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും മഴയുണ്ടെങ്കിലും വലിയ ശക്തമായ മഴയില്ല, ഇടവിട്ട് മഴയുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയും പെയ്തിട്ടുണ്ടായിരുന്നു മഴ. പക്ഷേ അതൊരു പുലർച്ചയോടുകൂടി കുറച്ച് ശാന്തമായതിനു ശേഷം പിന്നീട് രാവിലെ ഒരു 6 മണിയോട് അടുപ്പിച്ച് വീണ്ടും മഴ പെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ എന്തായാലും തെളിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തൊട്ടടുത്ത ജില്ലകളായ പത്തനംതിട്ട അടക്കമുള്ള ഇടങ്ങളിൽ ഉണ്ടായത്ര വെള്ളം അല്ലെങ്കിൽ മഴ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. ഇപ്പോഴും നമ്മുടെ കായലുകളും ഒപ്പം തന്നെ കനാലുകളും ഒക്കെയുള്ള ജലനിരപ്പ് ആശങ്കയുണ്ടാക്കുന്ന രീതിയിലൊന്നുമില്ല എന്നുള്ളതാണ്. അത് കൃത്യമായ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ അതേസമയം കിഴക്കൻ മേഖലകൾ, പ്രത്യേകിച്ച് ഇടുക്കിയും കോട്ടയവും പത്തനംതിട്ടയും അടക്കമുള്ള ജില്ലകളിൽ മഴ നിന്നാൽ അത് ആലപ്പുഴയിൽ പ്രതിസന്ധിയാകും. ആ ജലം ഒഴുകി തോട്ടപ്പള്ളിയും തണ്ണീർമുക്കവും വഴി മാത്രമേ പുറന്തള്ളാനാകൂ. അത് ഒഴുകി എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ കുട്ടനാടിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ എടത്വയും തലവടിയും അടക്കമുള്ള മേഖലകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പൊതുവെ ആശ്വാസകരമാണ് ആലപ്പുഴയിലെ സാഹചര്യം. ശരി, ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ നിലവിൽ മഴയില്ല, തെളിഞ്ഞ കാലാവസ്ഥയാണ്. നമുക്കിനി കൊച്ചിയിലേക്ക് പോകണം. ഒരുപക്ഷെ നിലവിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്നത് കൊച്ചിക്കാരാണ്. മഴ എന്ന് പറയുമ്പോൾ കൊച്ചി വെള്ളത്തിലാകുന്ന സാഹചര്യമാണ്. അജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട്. അജ്ഞ, നമുക്ക് ഇന്നലെ രാത്രിത്തെ ഒരു സാഹചര്യം വളരെ ഭയാനകമായ ഒരു സാഹചര്യമാണ്. അത്രമാത്രം വെള്ളമായിരുന്നു, വെള്ളത്തിലാണ് കൊച്ചി എന്ന് തന്നെ നമുക്ക് പറയാം. അത്രമാത്രം വെള്ളത്തിൽ ആളുകൾ ഒരു വാഹനത്തിന് പോലും കടന്നു പോകാൻ സാധിക്കാത്ത വിധത്തിൽ നഗരം മുഴുവൻ വെള്ളത്തിലാകുന്ന സാഹചര്യം. എന്താണ്, വെള്ളമൊക്കെ ഇറങ്ങിയോ, ഇപ്പോൾ മഴയുണ്ടോ, എന്താണ് പശ്ചാത്തലം? ഭവ്യ, അപ്പോൾ ഇന്നലെ രാത്രി ഒരു 4 മണിക്കൂർ, അതായത് വൈകുന്നേരം 4 മണി മുതൽ ഒരു 8 മണി വരെയുള്ള സമയത്ത് മഴ നിർത്താതെ അതിതീവ്ര മഴയായിരുന്നു ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് കൊച്ചിയിൽ രൂക്ഷമായിരുന്നു. പലയിടങ്ങളിലും കൊച്ചിയുടെ താഴ്ന്ന ഭാഗങ്ങൾ ഉൾപ്പെടെ, താഴ്ന്ന ഭാഗങ്ങൾ മാത്രമല്ല പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം ഇന്നലെ വെള്ളത്തിൽ മുങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഗതാഗതം അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കായിരുന്നു. മാത്രമല്ല ഇപ്പോൾ ഏതാണ്ട് വെള്ളം ഇറങ്ങിയ മട്ടുണ്ട്. ശരിക്കും ഇന്ന് മഴയുടെ ഒരു തീവ്രതയും രാവിലെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോൾ തീവ്രത കുറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കൊച്ചിയുള്ളത്. പക്ഷേ ഈ മാലിന്യ സംസ്കരണ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തികളൊന്നും കാര്യമായി നടക്കാത്തൊരു സാഹചര്യം കൂടി കൊച്ചിയിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാലിന്യം കെട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ ഓടകളിലൊക്കെ വെള്ളം നിറഞ്ഞ റോഡ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം, അങ്ങനെ അതിതീവ്രമായ ഒരു സാഹചര്യം തന്നെ ആയിരുന്നു ഇന്നലെ മുതൽ കൊച്ചിയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഇപ്പോൾ വലിയൊരു വെള്ളക്കെട്ടോ അതല്ലെങ്കിൽ വലിയൊരു ഗതാഗത കുരുക്കോ ഒന്നും കാണാനില്ല. ഉള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ പോലും പ്രധാനമായും ഉള്ള റോഡുകളിലൊക്കെ അതിനൊരു സാധ്യതയില്ല. വാഹനങ്ങളൊക്കെ അത്യാവശ്യം സ്മൂത്തായി തന്നെയാണ് പോകുന്നത്. പക്ഷേ വെള്ളം പൂർണ്ണമായി ഇറങ്ങിയോ എന്നൊരു സാഹചര്യം ഇപ്പോഴും ഇല്ല. പക്ഷെ വെള്ളം ഏകദേശമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ പല വീടുകളിലും ഇപ്പോൾ കളമശ്ശേരി ഭാഗത്തൊക്കെ ആണെങ്കിൽ മൂലത്തറയിൽ 10-20 വീടുകളിലോ വെള്ളം കയറിയിട്ടുണ്ട്. ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിലെ പ്രശ്നങ്ങൾ, പിന്നെ ശരിക്കും റോഡിലെ കുഴികൾ കാണാൻ പറ്റാത്തത്, ആ ഒരു സാഹചര്യം ഈ കൊച്ചി നഗരത്തിൽ ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന പേരിലൊക്കെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പദ്ധതികളൊക്കെ സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും ചേർന്നൊക്കെ നടപ്പിലാക്കിയിരുന്നു. പക്ഷെ അതൊന്നും ഫലവത്തായില്ല എന്നാണോ ഇപ്പോഴും കൊച്ചിയെ വെള്ളത്തിലാക്കുന്ന വെള്ളക്കെട്ട് സൂചിപ്പിക്കുന്നത്?
തന്നെയാണല്ലോ ഞാൻ സൂചിപ്പിച്ചിരുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങൾ, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നടന്നിട്ടില്ല. അതിന്റെ ഭാഗമായി ഉണ്ടായ വെള്ളക്കെട്ട് ആണ് ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം നേരത്തെ മുതലേ ഉണ്ടെങ്കിൽ പോലും ഇത്രയും തീവ്രമായി ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയത് ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു തരം മാലിന്യ നീക്കങ്ങളോ അതല്ലെങ്കിൽ ഓട ശുചീകരണമോ ഒന്നും നടന്നിട്ടില്ല എന്ന് വേണം പറയാൻ. അതിനെപ്പറ്റി നേരത്തെ ഒരു 2 ആഴ്ച മുൻപേ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നമുക്ക് വാർത്താ സമ്മേളനം വിളിച്ച ശേഷം നമ്മളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് ഉടനെ അധികം താമസിയാതെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താനുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും അത് അറിയിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ അവർക്ക് ഒരു സ്ഥാപനത്തിന് 30,000 രൂപ വീതം എന്നുള്ള തരത്തിൽ സർക്കാർ ഫണ്ട് അനുവദിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം ബാക്കി ഉണ്ടാവുകയാണെങ്കിൽ അവർ തന്നെ അത് മാനേജ് ചെയ്യണം എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും ഇതൊന്നും നടന്നു കണ്ടില്ല. മാത്രമല്ല ഇവിടെ കൊച്ചി നമ്മുടെ നാട്ടുമ്പുറത്തെ പോലെയല്ല, അല്ലെങ്കിൽ ഉറവിട മാലിന്യ സംസ്കരണത്തിനുള്ള സാഹചര്യങ്ങളൊന്നും കൊച്ചിയിലില്ല. അപ്പോൾ എല്ലാ വീടുകളിലും മാലിന്യം കളക്ട് ചെയ്തേ പറ്റുള്ളൂ, അത് ശേഖരിച്ചേ പറ്റുള്ളൂ, അത് സംസ്കരിച്ചേ പറ്റുള്ളൂ. ആ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും പലയിടത്തും മാലിന്യം ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നമുക്ക് കാണാം. ഇന്നലെ റോഡിലേക്ക് വന്നപ്പോൾ ഞാൻ നേരിട്ട് അനുഭവിച്ച സാഹചര്യമാണ്. ഈ അഴുക്കുകളെല്ലാം, ഈ മാലിന്യങ്ങളെല്ലാം, ഭക്ഷ്യമാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളെല്ലാം റോഡിലേക്ക് ഒഴുകി വരുന്നു. അത് തന്നെയാണ് ആദ്യം സൂചിപ്പിക്കുന്നത് പോലെ ഈ കാനകളിൽ നിന്നുള്ള അഴുക്കുജലം അടക്കം നഗരത്തിൽ എത്തുന്നു, അല്ലെങ്കിൽ നഗരത്തിലൂടെ ഒഴുകി നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു ആരോഗ്യ പ്രശ്നത്തിനടക്കം വഴിവെക്കുന്നു, അല്ലെങ്കിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാമെന്നുള്ള ആശങ്കയടക്കം ഇപ്പോൾ കൊച്ചിക്കാർക്ക് ഉണ്ടാകുമല്ലേ? അതെ ഭവ്യ, കാരണം ഇപ്പം നമ്മൾ വേങ്ങൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം വ്യാപകമാകുന്നു, പകർച്ചവ്യാധികൾ വ്യാപകമാകുന്നു, ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നു. 200-ലധികം ആളുകളാണ് വേങ്ങൂരിൽ മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് ചികിത്സയിലുള്ളത്. അതുപോലെ കളമശ്ശേരിയിൽ മഞ്ഞപ്പിത്ത ബാധയുണ്ട്. ഹെപ്പറ്റൈറ്റിസ് A, B എന്നീ 2 കാറ്റഗറിയിലുള്ള മഞ്ഞപ്പിത്തം ഇവിടെ അതായത് റെക്കഗ്നൈസ് ചെയ്തൊരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പകർച്ചവ്യാധി വ്യാപകമായിരിക്കുന്ന പ്രത്യേകിച്ചും വെള്ളത്തിലൂടെ പകർന്നതാണ് വേങ്ങൂരിലെ മഞ്ഞപ്പിത്ത ബാധ എന്ന് വ്യക്തമായതോടെ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ആളുകൾ അത്യാവശ്യം ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പം ഇരുചക്ര വാഹനക്കാരായാലും കാൽനടക്കാരായാലും ഈ വെള്ളത്തിലൂടെ ചവിട്ടി വേണം അവർക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ. ഇപ്പോൾ ഹെവി ട്രാഫിക് ആകുമ്പോൾ ഇരുചക്ര വാഹനക്കാർക്ക് വെള്ളത്തിൽ കാലു ചവിട്ടാതെ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പകർച്ചവ്യാധികൾ അങ്ങേയറ്റം രൂക്ഷമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മാലിന്യ സംസ്കരണം നടത്താത്തതിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ശുചീകരണ പ്രവർത്തനങ്ങൾ, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തത് കുറെ കൂടി കൊച്ചിയിൽ വെള്ളക്കെട്ടില്ല എന്നല്ല, കൊച്ചിയുടെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കിടപ്പനുസരിച്ച് കൊച്ചിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന പല ഇടങ്ങളുമുണ്ട്. പക്ഷേ നഗരത്തിലുൾപ്പെടെ പ്രധാന റോഡുകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് വെള്ളം കെട്ടി നിൽക്കുന്നത് 3 മണിക്കൂറത്തെ ഒരു മഴയെ കൊണ്ട് തന്നെ അത് ആദ്യത്തെ മഴയാണിത്. മഴക്കാലം, അതായത് മൺസൂൺ തുടങ്ങുന്നതേ ഉള്ളൂ, അതിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലേക്ക് തീർച്ചയായും അതാണ് സാഹചര്യം. മഴ തുടങ്ങുന്നതേ ഉള്ളൂ. ആജ്ഞ സൂചിപ്പിച്ചതുപോലെ അപ്പോൾ തന്നെ കൊച്ചി വെള്ളത്തിലാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനി കോട്ടയത്തേക്ക് പോകണം. കോട്ടയത്തെ സാഹചര്യവുമായി ശ്രീജിത്ത് കോട്ടയത്തെ സാഹചര്യം പങ്കുവയ്ക്കും. ശ്രീജിത്ത്, എന്താണ് കോട്ടയത്തെ രാവിലത്തെ സ്ഥിതി? മഴയുണ്ടോ, വെള്ളക്കെട്ടുണ്ടോ, എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? മഴയ്ക്കൊരു നേരിയ ശമനം എന്ന നിലയിൽ മാത്രമാണ് പറയാൻ സാധിക്കുക. എടുത്തു പറയേണ്ടത്, ഈ ഒരു മഴവെള്ള കെടുതിയിൽ ഒരാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ഇന്നലെ വൈകുന്നേരം മീൻ പിടിക്കാൻ പോയ ഏറ്റുമാനൂർ ഓണംതുരുത്ത് മങ്ങാട്ടുകുഴി സ്വദേശിയാണ് വിമോദ് കുമാർ എന്ന 38 വയസ്സുകാരനെയാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഇത് മഴക്കെടുതി ഉള്ള മരണമാണോ എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. മീൻ പിടിക്കാനാണ് വിമോദ് കുമാർ, അതായത് മീൻകുട്ട വെക്കാൻ വേണ്ടി പോയതാണ് വിമോദ് കുമാർ എന്നാണ് കുടുംബാംഗങ്ങൾ നൽകിയിരിക്കുന്ന വിവരം. എന്തായാലും അതനുസരിച്ചുള്ള പരിശോധനകൾ തുടരുകയാണ്. കോട്ടയത്തെ സംബന്ധിച്ച് നദികളിലൊന്നും തന്നെ മുന്നറിയിപ്പ് നിലയിലേക്ക് പോലും വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് രാവിലെ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. മീനച്ചിലാറും മണിമലയാറും ഒപ്പം തന്നെ വൈക്കം മേഖലയിലൊക്കെ പോകുന്ന മൂവാറ്റുപുഴ ആറുമുണ്ട്. ഈ 3 ആറുകളുടെയും അവസ്ഥ സമാനമാണ്. എടുത്തു പറയേണ്ടത്, ഈ കോട്ടയത്തെ വെള്ളപ്പൊക്കം പലപ്പോഴും ആദ്യഘട്ടത്തിൽ ഉണ്ടാകുക കിഴക്കൻ മേഖലയിലാണ് ശക്തമായ മഴ ഉണ്ടാകുക. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ പുറത്തുവിട്ട കണക്കനുസരിച്ച് കോട്ടയം താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ മഴ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ സാധാരണഗതിയിൽ ഉരുൾപൊട്ടൽ ഭീതിയൊക്കെ ഭീഷണിയുള്ള
തീക്കോയി, അടുക്കം, ഈരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള ആ മേഖലകൾ, ഒപ്പം തന്നെ ഇപ്പുറത്തെ കൂട്ടിക്കൽ ഉൾപ്പെടുന്ന മേഖലകൾ, ഈ രണ്ട് മേഖലയിലും കാഞ്ഞിരപ്പള്ളി താലൂക്കിലും മീനച്ചിൽ താലൂക്കിലും മഴ ഒരല്പം കോട്ടയത്തെ അപേക്ഷിച്ച് കുറവാണ്. കോട്ടയത്ത് 117 മില്ലിമീറ്റർ മഴ പെയ്തപ്പോൾ ഈ തീക്കോയിൽ 23 മില്ലിമീറ്റർ മഴ മാത്രമാണ് പെയ്തത്. ഈരാറ്റുപേട്ടയിൽ 25 മില്ലിമീറ്റർ മഴയും പെയ്തു. ഒപ്പം തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ കാഞ്ഞിരപ്പള്ളി 45 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. ഒരു താരതമ്യം നോക്കിയാൽ ഒരു പക്ഷേ മഴ ഒരല്പം കൂടുതൽ കോട്ടയത്ത് തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതേസമയം തന്നെ രാവിലെ മുതൽ ഈരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള ഈ കിഴക്കൻ മേഖലയിൽ മഴ പെയ്യുന്നുമുണ്ട്. കോട്ടയത്ത് ഇപ്പോൾ മഴയ്ക്ക് ഒരു വളരെ ചെറിയ ചാറ്റൽ മഴ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഒന്ന് മാറിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് യെല്ലോ അലർട്ട് എന്നുള്ളതാണ് ഇന്നലെ അറിയിച്ചിട്ടുള്ളത്. അലർട്ടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നത് വ്യക്തമല്ല. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനി വിനീഷ് ഉണ്ട് കൊട്ടാരക്കരയിൽ നിന്നും അവിടുത്തെ വിവരങ്ങളുമായി. വിനീഷ്, എന്താണ് കൊട്ടാരക്കരയിലെ സാഹചര്യം? രാവിലെ ശക്തമായ മഴയാണോ? കൊല്ലത്ത് കനത്ത മഴ തന്നെയാണ്. രാവിലെ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലും മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ദേശീയപാതയുടെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ആ ഒരു ഭാഗങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് യാത്രക്കാർക്കും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പം തന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു വാർത്ത, കനത്ത മഴയെ തുടർന്ന് തെങ്ങ് വീണ് ഒരു വീട് തകർന്നു എന്നുള്ളൊരു വാർത്തയാണ്. അത് കൊല്ലം കിഴക്കേ കല്ലട കൊച്ചാലമൂട് സ്വദേശി ഷാജിയുടെയും ശീലാമന്ദിരം എന്ന് പറഞ്ഞൊരു വീടാണ് തകർന്നത്. ഓടിട്ട വീടായിരുന്നു. ഈ മൺകട്ട വെച്ച് കെട്ടിയ വീടാണ്. ആ വീടിന്റെ മുകളിലേക്കാണ് ഒരു തെങ്ങ്, വീടിന് മുറ്റത്ത് നിന്ന് തെങ്ങ് കടപുഴകി വീണത്. അപ്പോൾ വീടിനുള്ളിൽ കുടുംബം ഉണ്ടായിരുന്നു. അവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇത്തരം സംഭവങ്ങൾ ജില്ലയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഈ ഓയൂർ ഭാഗങ്ങളിൽ വീട് തകർന്നതായിട്ടുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ജില്ലയിൽ യെല്ലോ അലർട്ടാണ് ഉള്ളത്. അതുകൊണ്ട് അപകട സാധ്യത കണക്കിലെടുത്ത് സുരക്ഷാ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കണം എന്നുള്ള ജില്ലാ കളക്ടറുടെ ഒരു ഓർഡറും ഉണ്ട്. ശരി, കൊല്ലത്ത് നിന്നും വിനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് ഇടുക്കിയുടെ സാഹചര്യം കൂടി പരിശോധിക്കണം. ഇടുക്കിയിൽ പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട്. പ്രിൻസ്, എന്താണ് ഇടുക്കിയിൽ മഴയുണ്ടോ? യെല്ലോ അലർട്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇടുക്കിയിൽ ഇപ്പോൾ മലങ്കര ഡാമിന്റെ 2 ഷട്ടറുകൾ കൂടി തുറന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്താണ് വിവരങ്ങൾ? ഭവ്യ, ഇന്ന് രാവിലെ മുതൽ ഇടുക്കിയിൽ മഴ ഉണ്ടെങ്കിലും വലിയ ശക്തമായത് മഴയില്ല. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇടയ്ക്ക് മഴ ശക്തമാകുന്നുണ്ടെങ്കിലും ഭയാനകമായ മുൻ ദിവസങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഇന്ന് മഴയ്ക്ക് അല്പം കുറവുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെയൊക്കെ അപേക്ഷിച്ച് അല്പം കുറവുണ്ടെങ്കിൽ പോലും മൂടി കിട്ടിയ അന്തരീക്ഷമാണ്. വീണ്ടും മഴ ശക്തമാകുമോ എന്ന ആശങ്ക നിലനിൽപ്പുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇടുക്കി ജില്ലയിലേക്കുള്ള യാത്രയ്ക്കൊക്കെ യാത്ര ചെയ്യുന്നവരൊക്കെ സുരക്ഷാ മുൻകരുതലുകളൊക്കെ സ്വീകരിക്കണമെന്നും വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള യാത്രകൾ, പ്രത്യേകിച്ചും മലയോര മേഖലയിലൂടെയുള്ള രാത്രികാല യാത്രകളൊക്കെ നടത്തുമ്പോൾ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും അനാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങളൊക്കെ നിലനിൽക്കുന്നു. ഒപ്പം മലങ്കര ഡാമിന്റെ 4 ഷട്ടറുകൾ ഇപ്പോൾ നിലവിൽ ഉയർത്തിയിട്ടുണ്ട്. 2 6 ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതവും 4 5 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതവുമാണ് ഷട്ടർ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത്. മൂവാറ്റുപുഴയാറിന്റെയും തൊടുപുഴയാറിന്റെയും തീരങ്ങളിൽ കഴിയുന്നവരുടെ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നു. ഒപ്പം മറ്റു ഡാമുകളിലേക്കും ഉള്ള നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇടുക്കി മുല്ലപ്പെരിയാർ ഡാമുകളിലേക്കൊക്കെയുള്ള വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ ശക്തമായ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ചെറുകിട അണക്കെട്ടുകളിലെയും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും കല്ലാർ, ഇരട്ടയാർ തുടങ്ങി ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വരെ വറ്റി വരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിരുന്ന അണക്കെട്ടുകളിൽ പോലും ഇപ്പോൾ ജലസമ്മർദ്ദമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും 2-3 ദിവസങ്ങളായി തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം. നിലവിൽ ആശങ്കാജനകമായ ഒരു അവസ്ഥ ഇല്ലെങ്കിൽ പോലും വൈകുന്നേരങ്ങളിലൊക്കെ വീണ്ടും മഴ. ഇടുക്കി മലങ്കര ഡാമിന്റെ 4 ഷട്ടറുകൾ കൂടി തുറന്നിരിക്കുന്നു. പ്രിൻസാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കനത്ത മഴയെ തുടർന്ന് കാസർകോട് കുമ്പള പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൽ സീലിംഗ് തകർന്നു വീണു. മേൽക്കൂരയുടെ ഒരു ഭാഗമാണ് അടർന്നു വീണത്. ഓഫീസിനകത്തുണ്ടായിരുന്ന സാധന സാമഗ്രികൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കോഴിക്കോട് നാദാപുരത്ത് തോണേരിയിൽ കനത്ത മഴയിൽ മതിൽ തകർന്നു. രാത്രി പെയ്ത ശക്തമായ മഴയിലാണ് റോഡിലേക്ക് കൂറ്റൻ ചെങ്കൽ മതിൽ തകർന്നു വീണത്. ഇരുചക്ര വാഹനങ്ങളോ ഒന്നും തന്നെ റോഡിൽ ഉണ്ടായിരുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു. അതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
നിലവിൽ ഇതാണ് കേരളത്തിലെ സംസ്ഥാനത്തെ മഴയുടെ സാഹചര്യം. വിവിധ ജില്ലകളിൽ നിന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് എത്താം വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം. തീരദേശത്തുള്ളവർ തിരികെ വാർത്തയിലേക്ക് വരുമ്പോൾ സുപ്രഭാതം പത്രത്തിലെ പരസ്യ ഗൾഫ് എഡിഷൻ വിവാദങ്ങളിൽ പ്രതികരണവുമായി സിഇഒ മുസ്തഫ മുണ്ടുപാറ. പത്രത്തിലെ നയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. വാർത്തകളിലും പരസ്യങ്ങളിലും എല്ലാ വിഭാഗക്കാരെയും ഉൾക്കൊള്ളുന്ന നയത്തിന്റെ ഭാഗമായാണ് ഇടതുമുന്നണിയുടെ പരസ്യം കൊടുത്തത്. പത്രത്തിന്റെ ലോഞ്ചിംഗ് തീയതി നിശ്ചയിച്ചത് സാദിഖ് അലി തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരിൽ നിന്ന് തീയതി ഉറപ്പിച്ച ശേഷമാണെന്നും മുസ്തഫ മുണ്ടുപാറ പറഞ്ഞു. പത്രത്തിന് നയമാറ്റമുണ്ടായെന്ന് സുപ്രഭാതം എഡിറ്റർ ബഹറുദ്ദീൻ മദ്വി ആരോപിച്ചിരുന്നു. സിബി അനുമോദ് വിവരങ്ങളുമായി ചേരും. അനുമോദ്, നയത്തിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് പറയുന്നത് അല്ലെ? എന്താണ് വിശദാംശങ്ങൾ? അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ, അദ്ദേഹം എഡിറ്റോറിയൽ ലേഖനത്തിലാണ് കഴിഞ്ഞ ദിവസം നദി നടത്തിയ വിമർശനങ്ങൾക്ക് മറുപടി നൽകിയിരുന്നു. നദിയുടെ പേര് പറയാതെ, എന്നാൽ സുപ്രഭാതത്തിന് പറയാനുള്ളതെല്ലാം വ്യക്തമാക്കുന്ന ഒരു ലേഖനമാണത്. നയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് തുടങ്ങിയ കാലത്ത് പാണക്കാട് ഹൈദരലി തങ്ങളും അതുപോലെ സംസ്ഥാന നേതാക്കളുമെല്ലാം തീരുമാനിച്ച അതേ നയം തന്നെയാണ് ഇവിടെ തുടരുന്നത്. ആ പരസ്യത്തിലെല്ലാം തീരുമാനിച്ച അതേ നയം തന്നെയാണ് ഇവിടെ തുടരുന്നത്. ആ പരസ്യത്തിന്റെയും മറ്റു കാര്യങ്ങളിലും എല്ലാ വിഭാഗത്തിലും, അതായത് LDF-ൽ നിന്നും UDF-ൽ നിന്നും ആളുകളിൽ നിന്നും പരസ്യം സ്വീകരിക്കാനുള്ള തീരുമാനം ആദ്യം തന്നെ എടുത്തതാണെന്നും അതിലിപ്പോഴും മാറ്റം വരുത്തിയിട്ടില്ല എന്ന് ആ ലേഖനത്തിൽ പറയുന്നു. രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ലോഞ്ചിങ്ങിന്റെ തീയതി, പുറത്തിറക്കുന്നതിന്റെ തീയതി നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. അന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കളെല്ലാം കൂടിയാലോചിച്ചതിന് ശേഷമാണ് ഈ 18-ാം തീയതി ഇതിന്റെ ഗൾഫ് എഡിഷന്റെ ലോഞ്ചിങ് നിശ്ചയിച്ചിരുന്നത്. അതിനുശേഷം മാത്രമാണ് മറ്റതിഥികളെ നിശ്ചയിച്ചിട്ടുള്ളതെന്നും ഈ ഒരു അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറയുന്നു. ഇതിനുശേഷം ഇപ്പോൾ വരുന്ന വിമർശനങ്ങൾ അല്ലെങ്കിൽ ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിവാദങ്ങൾ വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്നും അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എവിടെയും നദ്വിയുടെ പേരോ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളോ എവിടെയും സൂചിപ്പിക്കാതെയാണ് ഈ വിഷയം മാത്രം പരാമർശിച്ചുകൊണ്ടുള്ള മുസ്തഫ മുണ്ടുപാറയുടെ ലേഖനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നിട്ടാണെങ്കിൽ സുപ്രഭാതത്തിന്റെ നിലപാട്, ചീഫ് എഡിറ്റർ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മറുപടിയായിട്ട് സുപ്രഭാതം പത്രത്തിന്റെ നിലപാട് പത്രത്തിലെ CEO ഈ വിശദീകരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇന്ന് ഈ ഒരു ആ ലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുതന്നെയാണെങ്കിലും സമസ്തയുടെ നേതൃത്വം കഴിഞ്ഞ ദിവസം നദ്വി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്ന് വിശദീകരണം ചോദിച്ചത് 2 ദിവസത്തിനകം അതിൽ വിശദീകരണം നൽകാനാണ് സമസ്ത നേതൃത്വം അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്നാലും ഈ വിഷയത്തിൽ സമസ്തയുടെയും അതേപോലെ മുസ്ലിം മതപണ്ഡിതന്മാരുടെയും കൂടുതൽ പ്രതികരണങ്ങൾ ഇന്ന് ഉണ്ടാകും എന്ന കണക്കുകൂട്ടലാണ് ഉള്ളത്. സിബി അനുമോദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ കർഷകരുടെ നഷ്ടം കണക്കാക്കാൻ ഇന്ന് യോഗം. വാരാപ്പുഴ പഞ്ചായത്തിലാണ് യോഗം ചേരുക. കുഫോസ് നിയോഗിച്ച 7-അംഗ സമിതി നാളെ റിപ്പോർട്ട് സമർപ്പിക്കും. സംഭവത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ഏലൂർ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് CPM ഇന്ന് മാർച്ച് സംഘടിപ്പിക്കും. ആജ്ഞ രവീന്ദ്രൻ വാർത്തയുടെ ആജ്ഞ രവീന്ദ്രൻ ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഈ പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഈ വിഷയത്തിൽ വലിയ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായതെന്നുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരുന്നു. എന്തായാലും ഈ കർഷകരുടെ നഷ്ടം കണക്കാക്കാൻ ഇന്ന് യോഗം ചേരുന്നുണ്ട്. വാരാപ്പുഴ പഞ്ചായത്തിലാണ് യോഗം ചേരുക. കുഫോസ് നിയോഗിച്ച 7-അംഗ സമിതി നാളെ ഇതുമായി ബന്ധപ്പെട്ട വിശദ റിപ്പോർട്ട് സമർപ്പിക്കും. സംഭവത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ഏലൂർ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് CPM ഇന്ന് മാർച്ച് സംഘടിപ്പിക്കുമെന്നുള്ള വിവരങ്ങളടക്കം ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. വലിയ പ്രതിഷേധമാണ് സംഭവത്തിൽ നടക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത് എന്നുള്ള കാരണം അന്വേഷിച്ചിരിക്കുകയാണ്. ഇതിനുള്ള കൃത്യമായ വലിയ അന്വേഷണം നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ആജ്ഞ, സംഭവത്തിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്കടക്കം ഉണ്ടായത്. എന്താണ് വാർത്തയുടെ നിലവിൽ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ?
ഭവ്യ, ഇന്ന് ഏലൂരിലേക്ക് മാലിന്യ മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് പ്രതിഷേധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായ പ്രതിഷേധവുമായി കർഷകർ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മുന്നിലെത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് ഓഫീസിലേക്ക് CPM-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്താനുള്ള ഒരു ഒരുക്കം കൂടി നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ. ഇന്ന് 10 മണിയോടെ മാർച്ച് നടക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം കർഷകരുടെ നഷ്ടം കണക്കാക്കാൻ വരാപ്പുഴ പഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. യോഗത്തിൽ ശേഷമായിരിക്കും ഒരു പക്ഷേ കർഷകർക്ക് എത്ര രൂപ ഈ കാര്യത്തിൽ എത്ര നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിന്റെ തീരത്ത് ഇപ്പോൾ ആ ചത്ത മീനുകളൊക്കെ ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം പലതും ഈ പെട്ടെന്ന് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഇനത്തിലുള്ള മീനുകളാണ് ചത്തൊടുങ്ങിയത്. അതുകൊണ്ട് തന്നെ അത് അടുത്ത ദിവസം തന്നെ അത് ചീഞ്ഞു തുടങ്ങിയിരുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഏലൂര് മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് നടത്തിയ പ്രതിഷേധത്തിൽ കർഷകർ ഈ മീൻ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഒപ്പം പോയ മാധ്യമപ്രവർത്തകരുടെ ശരീരത്തിലേക്കൊക്കെ അത് വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തന്നെ ഒരു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെയാണ്, അല്ലെങ്കിൽ അത്രയും ചീഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ആ മീൻ ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും ഇപ്പോഴും ആ ചത്തടിഞ്ഞ മീനുകളെ മാറ്റാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല, നീക്കം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിന് തന്നെ കാരണം പറയുന്നത് അതിൻ്റെ കണക്കെടുപ്പ് പൂർത്തിയാക്കാൻ എത്ര മീനുകൾ ചത്തു അല്ലെങ്കിൽ എത്രത്തോളം മീനുകൾ ചത്തു എന്നൊരു കാര്യം വ്യക്തമാക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അതിനെ അവിടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല പക്ഷേ ആ പ്രദേശത്ത് തന്നെ കുറച്ചൊക്കെ കർഷകരൊക്കെ കുറെ മീനുകളെ മറവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും അവിടേക്ക് ആളുകൾക്ക് അടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദുർഗന്ധം വമിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നെന്തായാലും വരാപ്പുഴ പഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് യോഗമുണ്ട്. അതുപോലെ കുഫോസിന്റെ നേതൃത്വത്തിൽ 7 അംഗ സംഘത്തെ സംഭവത്തുമായി ബന്ധപ്പെട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 അംഗ സംഘം ഇന്ന് അന്വേഷണം എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭവ്യ. ശരി, ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. പാലക്കാട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കമ്പിവേലിയിൽ കുടുങ്ങി ചത്ത പുലിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മണിക്കൂറുകൾ നീണ്ട ദൌത്യത്തിനിടയിൽ മയക്കുവെടി വെച്ച് കൂട്ടിലേക്ക് മാറ്റിയിരുന്നുവെങ്കിലും പുലി പിന്നീട് ചത്തു. വിനേഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. വിനേഷ്, ഈ ആന്തരിക രക്തസ്രാവം തന്നെയാണ് പുലിയുടെ മരണത്തിന് കാരണം എന്ന റിപ്പോർട്ട് തന്നെയാണോ ഉള്ളത്? എന്താണ് വിശദാംശങ്ങൾ? കൂടുതൽ വിവരങ്ങൾ. വിനേഷ്, കേൾക്കാമോ? ഹലോ വിനേഷ്, കേൾക്കുന്നുണ്ടോ? ഈ ആന്തരിക രക്തസ്രാവം തന്നെയാണ് പുലിയുടെ മരണത്തിന് കാരണമെന്ന നിഗമനത്തിൽ തന്നെയാണോ ഇപ്പോഴും? എപ്പോഴത്തേക്കാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർണ്ണമാവുക? വിവരങ്ങൾ എന്തൊക്കെയാണ്? പാലക്കാട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കമ്പിവേലിയിൽ കുടുങ്ങി ചത്ത പുലിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് എപ്പോഴത്തേക്ക് ലഭിക്കും? എന്താണ് വിവരങ്ങൾ? ഇന്നലെ കെണിയിൽ കുടുങ്ങി ചത്ത പുലിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഇതിനിടെ വനം വകുപ്പ് കേസെടുത്തിട്ടുണ്ട്. അതായത് പുലി കുടുങ്ങിയിരിക്കുന്നത് കമ്പിവേലിയിലല്ല, മറിച്ച് കമ്പിവേലിയിൽ സ്ഥാപിച്ച പന്നിക്കെണിയിലാണ് കുടുങ്ങിയിട്ടുള്ളത്. ഓട്ടോ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് സ്ഥാപിച്ചിരിക്കുന്ന വളരെ സുരക്ഷിതമായി വളരെ ടൈറ്റായി സ്ഥാപിച്ചിരിക്കുന്ന ഒരു കെണിയാണിത്. ഇതിൽ പെട്ടെന്ന് തന്നെ ഇതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവിക്കും, അതായത് ഇത്തരത്തിലുള്ള പന്നിയോ പുലിയോ കടുവയോ പോലുള്ള ജീവികൾക്ക് പിന്നെ ഒരു കാരണവശാലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ കുരുങ്ങിപ്പോവും. ഇങ്ങനെയാണ് പുലിയും കുരുങ്ങിപ്പോയിട്ടുള്ളത് എന്നാണ് വനം വകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ തോട്ടം ഉടമയ്ക്കെതിരെ കേസെടുത്തിട്ടില്ല എന്നാണ് വനം വകുപ്പ് പറയുന്നത്. അത് കാരണം ഇതാണ്, അതായത് ഈ പ്രദേശം തോട്ടുടമയുടെ വീടിന്റെ പരിസരമോ മറ്റോ അല്ല, ഒരു പക്ഷെ പുറത്തു നിന്ന് ആരെങ്കിലും വന്ന് പന്നിക്ക് കെണി വെച്ചതാണോ എന്നുള്ളൊരു സംശയം കൂടി വനം വകുപ്പിനുണ്ട്. കാരണം അവിടുത്തെ കുറിച്ച് ആളുകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും തോട്ടം ഉടമയായ ഉണ്ണികൃഷ്ണനെതിരെ തൽക്കാലം കേസെടുത്തിട്ടില്ല, പക്ഷെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുത്തിട്ടുണ്ട്.
എന്നാണ് വനം വകുപ്പ് പറയുന്നത്. നമുക്കറിയാം ഇന്നലെ പുലർച്ചെ 5:30 കൂടിയാണ് 4 വയസ്സ് പ്രായം തോന്നിക്കുന്ന പെൺപുലിയെ ഇവിടെ പന്നിക്കെണിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തി. തുടർന്ന് ഇതിനെ മയക്കുവെടി വെച്ച ശേഷം കൂട്ടിലേക്ക് മാറ്റി 5 മണിക്കൂർ നിരീക്ഷണം നടത്തുകയും ചെയ്തിരുന്നു. ഈ നിരീക്ഷണത്തിന് ഇടയിലാണ് പുലി ചത്തിരിക്കുന്നത്. ആന്തരിക അവയവങ്ങൾക്ക് കാര്യമായി തന്നെ ഗുരുതരമായ പരിക്കേറ്റതിനെ തുടർന്നാണ് പുലി ചത്തത് എന്ന് തന്നെയാണ് വനം വകുപ്പ് പറയുന്നത്. ഇടുപ്പെല്ലിനും അതുപോലെ തന്നെ അടിവയറിന്റെ ചില ഭാഗങ്ങളിലും ഇതിൽ കമ്പി ഈ ഇത്തരത്തിൽ ഇത് അതായത് സ്ഥാപിച്ചിരിക്കുന്ന കമ്പി വലിഞ്ഞു മുറുകിയ നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് അതായത് ഇതിന്റെ ആന്തരിക അവയവങ്ങളിലെല്ലാം തന്നെ ചോര കട്ട പിടിച്ച ഒരു അവസ്ഥ കൂടി ഉണ്ട് എന്നും വനം വകുപ്പ് പറയുന്നുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ ഇതിന്റെ കൃത്യമായ ഒരു മരണകാരണം വ്യക്തമാവുകയുള്ളൂ. ശരി, പാലക്കാട് നിന്നും എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊല്ലം പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്ത കേസിൽ വിചാരണ നടപടികൾക്ക് ഇന്ന് തുടക്കം. പ്രത്യേക കോടതിയിൽ വിചാരണ നടത്തുന്നതിന് മുന്നോടിയായി ഇന്ന് 51 പ്രതികളും കൊല്ലം സെഷൻസ് കോടതിയിൽ ഹാജരാകും. 2016 ഏപ്രിൽ 10-നായിരുന്നു 110 പേരുടെ ജീവനെടുത്ത വെടിക്കെട്ട് ദുരന്തം. വിനീഷ് കൊട്ടാരക്കര വിശദാംശങ്ങളുമായി ചേരും. വിനീഷ്, 110 പേരോളം മനുഷ്യരുടെ ജീവനെടുത്ത വെടിക്കെട്ട് ദുരന്ത കേസിൽ വിചാരണ നടപടികൾ ഇന്ന് തുടങ്ങുകയാണ്. എപ്പോഴത്തേക്ക് വിചാരണ നടപടികൾ ആരംഭിക്കും? വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഭവ്യ, മനുഷ്യനിർമ്മിതമായ പുറ്റിങ്ങൽ ദുരന്ത കേസിന്റെ വിചാരണ നടപടികളാണ് ആരംഭിക്കുന്നത്. 2016 ഏപ്രിൽ 10-നുണ്ടായ വെടിക്കെട്ടിൽ 110 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇതിൽ 656 പേർക്ക് ഗുരുതരമായി പരിക്കും ഏറ്റു. ഈ സംഭവമാണ് നിയമ പോരാട്ടത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നത്. 59 പ്രതികളാണ് കേസിലുള്ളത്. ഇതിൽ 8 പേർ മരണപ്പെട്ടിരുന്നു. ഉത്സവഭാരവാഹികളടക്കം 44 പേർക്കെതിരെയാണ് കൊലക്കുറ്റം ചുമത്തിയത്. സ്വർണ്ണക്കൊപ്പം ക്യാഷ് അവാർഡും ലഭിക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ നിരോധന ഉത്തരവ് ലംഘിച്ച് മത്സരക്കമ്പം നടത്തി ദുരന്തത്തിലേക്ക് നയിക്കുകയായിരുന്നു. വെടിക്കെട്ട് സമയം ഒരു തൊഴിലാളിയുടെ കയ്യിലിരുന്ന അമിട്ട് പൊട്ടുകയും തമ്പപ്പുരയിൽ സൂക്ഷിച്ചിരുന്ന 30,000 പടക്കങ്ങളിലേക്ക് തീപടരുകയും ഉഗ്രസ്ഫോടനത്തോടെ പൊട്ടിത്തെറി ഉണ്ടാവുകയും ചെയ്തു. ഇങ്ങനെയാണ് പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം ഉണ്ടാകുന്നത്. ക്രൈംബ്രാഞ്ച് എസ് പി ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമായിരുന്നു കേസ് അന്വേഷിച്ചത്. സ്ഫോടകവസ്തു നിയമം, കൊലക്കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി 10,000 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. തുടർന്ന് കേസിലെ മുഴുവൻ പ്രതികൾക്കും ജാമ്യം ലഭിച്ചിരുന്നു. പുറ്റിങ്ങൽ കൃഷി കോടതിയിൽ വിചാരണ നടപടികളുടെ ഭാഗമായാണ് ഇപ്പോൾ 51 പ്രതികളെയും കൊല്ലം സെഷൻസ് കോടതിയിൽ വിളിപ്പിച്ചിരിക്കുന്നത്. ശരി, വിനീഷ് കൊട്ടാരക്കരയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് ചിത്താരയിൽ പാചകവാതക ടാങ്കറിൽ നേരിയ ചോർച്ച. ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ സൈഡ് വാൽവിൽ ചോർച്ച കണ്ടെത്തുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി ചോർച്ച അടയ്ക്കാൻ ശ്രമം നടത്തുകയാണ്. കെ വി വൈജു ഉണ്ട് വിവരങ്ങളുമായി. വൈജു, ഈ പാചകവാതക ടാങ്കറിനാണ് നേരിയ ചോർച്ച കണ്ടെത്തിയത്. വലിയ ആശങ്കയായിരിക്കും ഒരുപക്ഷെ പ്രദേശത്ത്. എന്താണ് വിവരങ്ങൾ? ഈ ചോർച്ച അടയ്ക്കാനുള്ള ശ്രമം എവിടം വരെ എത്തി? തീർച്ചയായും ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. സെൻട്രൽ ചിത്താരി ജുമാ മസ്ജിദിന് സമീപത്തായാണ് ഈ സംഭവം നടന്നത്. രാവിലെ 7:30യോടെയായിരുന്നു സംഭവം. ഇപ്പോഴും ഈ ടാങ്കർ ലോറിയിൽ നിന്നും വാതക ചോർച്ച ഉണ്ട്. ഏതായാലും മംഗളൂരിൽ നിന്നുള്ള വിദഗ്ധരെത്തിയതിനു ശേഷം മാത്രമേ ഇതിൽ ചോർച്ച അടക്കാനുള്ള നടപടികൾ ഉണ്ടാവൂ. എന്തായാലും ഈ പ്രദേശത്തുള്ളവരെ ഒഴിപ്പിക്കാനുള്ള നീക്കവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രദേശത്ത് വാഹനങ്ങളൊന്നും ഇപ്പോൾ കയറ്റിവിടുന്നില്ല. ഈ നമുക്കറിയാം കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയാണ്. നിരവധി യാത്രകൾ ഈ KSRTC ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. ഈ ഭാഗങ്ങളിലെല്ലാം ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ഈ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മംഗളൂരിൽ നിന്നുള്ള പ്രത്യേക വാഹനമെത്തി ഈ ഇന്ധനം അതിലേക്ക് ടാങ്കറിൽ നിന്ന് വാതകം അതിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ്, ഏതായാലും നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഈ വാൾവിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ചോർച്ച ഉണ്ടായിട്ടുള്ളതും. അതായത് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് നേരിടാൻ സജ്ജമാണല്ലേ നിലവിൽ? തീർച്ചയായും പോലീസും ഫയർഫോഴ്സും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്നും ഈ ചോർച്ചയുള്ള ഭാഗത്തേക്ക് ഫയർഫോഴ്സ് വെള്ളം ചീറ്റുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഈ വാൾവ് അടയ്ക്കാനുള്ള നീക്കമാണ് നടത്തേണ്ടത്. അതിനു മുമ്പ് ഈ വാതകം മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റാനുള്ള ആലോചനയും നടക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോഴും പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നുണ്ട്. ഏതായാലും ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടത്. അതിനുശേഷം ഫയർഫോഴ്സും
പോലീസും ഒക്കെ എത്തുകയായിരുന്നു. എന്തായാലും വലിയ ദുരന്തമാണ് ഒഴിവായെന്ന് പറയാം ഇത് കണ്ടെത്താൻ സാധിച്ചതുകൊണ്ട് തന്നെ. ഏതായാലും ഈ പ്രദേശത്തുള്ള ആൾക്കാരെ ഒഴിപ്പിക്കാനുള്ള നീക്കവും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഭാവ്യ. ശരി, കാസർഗോഡ് നിന്നും കെ വി ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ദേശീയ വാർത്തകളിലേക്ക് വന്നാൽ 6ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 6 സംസ്ഥാനങ്ങളെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അടക്കം 58 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഡൽഹിയിലെയും ഹരിയാനയിലെയും മുഴുവൻ മണ്ഡലങ്ങളും 6ാം ഘട്ടത്തിൽ വിധിയെഴുതും. രാകേഷ് നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, അങ്ങനെ തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ലാപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ പോരാട്ടം കടുക്കുകയാണ്. എന്താണ് നിലവിലെ ഒരു സാഹചര്യം? 6ാം ഘട്ടത്തിൽ പോരാട്ടം എത്രമാത്രമുണ്ട്? ഭവ്യ, 115 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഇതിൽ 2 ഘട്ട വോട്ടെടുപ്പ് കൂടി ബാക്കിയുണ്ട്. 6ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണമാണ് ഇന്ന് അവസാനിക്കുന്നത്. 6ാം ഘട്ടത്തിൽ 58 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. അതായത് 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അടക്കം 58 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. ഇതിൽ വലിയ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് 7 ഘട്ടങ്ങളായി വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളാണ് യു.പിയും പശ്ചിമ ബംഗാളും ബീഹാറും. അവിടെ യു.പിയിലെ 14 മണ്ഡലങ്ങൾ, പശ്ചിമ ബംഗാളിലെയും ബീഹാറിലെയും 8 വീതം മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നു. ഇതിന് പുറമെ ഡൽഹിയിലെയും ഹരിയാനയിലെയും മുഴുവൻ മണ്ഡലങ്ങളിലും ഈ ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. ഹരിയാനയിൽ 10 മണ്ഡലങ്ങൾ, ഡൽഹിയിൽ 7 മണ്ഡലങ്ങൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കാര്യമായ മുന്നേറ്റമുണ്ടായ മേഖലയിലാണ് ഇത്തവണ വോട്ടെടുപ്പ് നടക്കുന്നത്. അതായത് 58 മണ്ഡലങ്ങളിൽ 46 വിജയിച്ചത് NDA ആയിരുന്നു. അതിൽ ഡൽഹിയിലും ഹരിയാനയിലും ഒരു ക്ലീൻ സ്വീപ്പാണ് ബി.ജെ.പി നടത്തുകയും ചെയ്തത്. അപ്പോൾ ആ ഒരു മുന്നേറ്റം ബി.ജെ.പിക്ക് നടത്താൻ കഴിയുമോ എന്നാണ് ജയപരാജയങ്ങളിൽ അല്ലെങ്കിൽ ആരൊക്കെ അധികാരത്തിൽ വരും, ബി.ജെ.പിയുടെ 400 സീറ്റ് തുടങ്ങിയ കാര്യങ്ങളിൽ നിർണായകമാവുക. ഇന്ത്യ സഖ്യവും ഏതായാലും വലിയ പ്രതീക്ഷ ഈ ഘട്ടത്തിൽ വെച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നിലവിലെ സമവാക്യങ്ങളൊക്കെ തന്നെ അത് കർഷക പ്രതിഷേധം, ഒപ്പം തന്നെ പഞ്ചാബിലെ ഹരിയാനയിലെ ജാട്ടുകളുടെ ബി.ജെ.പിയുമായുള്ള അതിർത്തി തുടങ്ങിയൊക്കെ എങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നത് കണ്ടറിയേണ്ട വിഷയം തന്നെയാണ്. ഡൽഹി ഏവരും ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അവിടെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യമായി മത്സരിക്കുന്നു. മാത്രമല്ല കേജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം പ്രചാരണ രംഗത്ത് ഏറെ സജീവമാണ്. അപ്പോൾ അവിടെ സ്വാതി മാലിവാൾ വിഷയം ഈ അവസാന ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അതൊക്കെ വോട്ടിങ്ങിനെ എങ്ങനെ ബാധിക്കുമെന്ന് നിർണായകമായ ഘട്ടമാണ്. ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റം നടത്തണമെങ്കിൽ പശ്ചിമ ബംഗാൾ നിർണായകമാണ്. കഴിഞ്ഞ തവണ ഈ 8-ൽ 5 ബി.ജെ.പി വിജയിച്ചതാണ്. അപ്പോൾ ആ ഒരു പ്രകടനം ബി.ജെ.പിക്ക് നടത്താൻ കഴിയുമോ എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ഏതായാലും പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. ഭവ്യ. തീർച്ചയായും നാഷണൽ ഡെസ്കിൽ നിന്നും രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് എത്താൻ വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തയിലേക്ക് വരുമ്പോൾ നെടുമ്പാശ്ശേരി അവയവ കടത്ത് കേസ് അന്വേഷണത്തിൽ നിർണായക ഘട്ടത്തിലേക്ക് കടന്ന പോലീസ് പ്രതി സാബിത് നാസറിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ 10 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ലഭിച്ചു. ആലുവ റൂറൽ SP ഓഫീസിലെത്തിച്ച് SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യുന്നത്. പ്രതിക്കൊപ്പമുണ്ടായിരുന്നവർ കൈപ്പറ്റിയ കമ്മീഷൻ തുക, കൂടുതൽ പേർ അവയവ കച്ചവടത്തിന് ഇരകളായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ഹൈദരാബാദിലെ ഒരു ഡോക്ടറാണ് ഇന്ത്യയിൽ അവയവ കച്ചവടത്തിന്റെ പ്രധാന ഏജന്റെന്ന് സാബിത് മൊഴി നൽകി. സാബിത്തിന് പ്രാദേശിക സഹായം ലഭിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധി നാമനിർദ്ദേശത്തെ ചോദ്യം ചെയ്ത ഹൈക്കോടതി വിധിക്കെതിരെ രാജ്ഭവൻ അപ്പീൽ പോകില്ല. പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥി പ്രതിനിധികൾ അപ്പീൽ പോകാനാണ് തീരുമാനം. ആ ഹർജിയിൽ കക്ഷി ചേരണമോ എന്ന നിയമോപദേശത്തിന് ശേഷം രാജ്ഭവൻ തീരുമാനിക്കും. 6 ആഴ്ചയ്ക്കുള്ളിൽ പുതിയ പാനൽ സമർപ്പിക്കാനാണ് രാജ്ഭവൻ ഹൈക്കോടതിക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ആലപ്പുഴ വള്ളിക്കുന്നത്തെ വട്ടേക്കാട് ദേവീക്ഷേത്രത്തിലെ തകർച്ചയിലായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കളിത്തട്ടുകൾ പുനർനിർമ്മിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കളിത്തട്ടുകൾ പുനർനിർമ്മിച്ച് സംരക്ഷിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതിക്ക് ബോർഡ് അംഗം അഡ്വക്കേറ്റ് അജയകുമാർ ഉറപ്പു നൽകി. വള്ളികുന്നം വട്ടേക്കാട് ദേവീക്ഷേത്രത്തിലെ 500 വർഷത്തിലധികം പഴക്കമുള്ള കളിത്തട്ടുകളാണ് തകർച്ചയിലായത്. കളിത്തട്ടുകളിലെ കൊത്തുപണികളും നാശത്തിലേക്ക് നീങ്ങുകയാണ്. പല ഭാഗങ്ങളിലും ഇവ ദ്രവിച്ച് ഇളകിപ്പോയി. രാജഭരണകാലത്ത് മാവേലിക്കരയിൽ നിന്ന് കൊല്ലം ജില്ലയിലെ തഴവയിലേക്കുള്ള രാജപാതയായിരുന്നു ക്ഷേത്രത്തിന് മുൻവശത്തുകൂടിയുള്ള ഈ റോഡ്. ഈ റോഡിനരികിലാണ് കളിത്തട്ടുകളുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് അജയകുമാർ കഴിഞ്ഞ ദിവസം ക്ഷേത്രം സന്ദർശിച്ചു. കളിത്തട്ടുകൾ പുനർനിർമ്മിച്ച് സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകി. ഒരുപാട് ഗതകാല പ്രൗഢികൾ
പേറുന്നതാണ് ഈ കളത്തട്ട്. ഒട്ടേറെ സർഗാത്മകമായിട്ടുള്ള ചർച്ചകൾക്ക്, സംവാദങ്ങൾക്ക്, ആശയവിനിമയങ്ങൾക്ക് വേദിയായിട്ടുള്ള ഒരു കളത്തട്ടാണ് ഇവിടെയുള്ള 2 കളത്തട്ടുകളും. അത് സംരക്ഷിക്കുക എന്നുള്ളത് ഓണാട്ടുകരയുടെ ഓരോരുത്തരുടെയും അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും പ്രഥമമായിട്ടുള്ള കടമകൾ ഒന്നാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെയും ഇവിടുത്തെ ഭക്തരുടെയും സഹായത്തോടു കൂടി അടിയന്തരമായി ഈ 2 കളത്തട്ടുകളും, ഒരുപാട് ചരിത്രം പേറുന്ന ഈ 2 കളത്തട്ടുകളും സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. പുനർനിർമ്മാണത്തിനാവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ക്ഷേത്രത്തിലെ അഡ്ഹോക് കമ്മിറ്റി ഭാരവാഹികളായ ആർ ഷാജി, എൻ ആനന്ദൻ, ബിനുകുമാർ, രാധാകൃഷ്ണൻ എന്നിവർ ബോർഡ് അംഗങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചു. കളിത്തട്ടിന്റെ മേൽക്കൂര കഴിഞ്ഞ വർഷം തകർന്നു വീണിരുന്നു. ന്യൂസ് 18 വള്ളികുന്നം. കേരളത്തിലെ കാടുകളിലെ ആനകളുടെ കണക്കെടുപ്പ് ഇന്ന് മുതൽ ആരംഭിക്കും. 160 ആനസങ്കേതങ്ങളിൽ കണക്കെടുപ്പ് നടത്തുന്നത് പ്രത്യേക പരിശീലനം ലഭിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ്. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ 610 ആനസങ്കേതങ്ങളിലാണ് ഇന്ന് മുതൽ കണക്കെടുപ്പ് നടക്കുന്നത്. കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് മൂലമുള്ള സംഘർഷ സംഭവങ്ങൾ പതിവാകുന്നതിനിടെയാണ് കാട്ടാനകളുടെ കണക്കെടുപ്പ് നടക്കുന്നത്. കാട്ടിൽ ഭക്ഷണമില്ലാതാവുന്നത് മൂലം ആനകൾ നാട്ടിലിറങ്ങുന്നതാണെന്നും കാട്ടാനകളുടെ എണ്ണം വർദ്ധിച്ചത് മൂലമുണ്ടാകുന്ന സ്വാഭാവിക പ്രതിഭാസമാണെന്നും 2 വാദമുണ്ട്. എന്തായാലും കേരളം ഉൾപ്പെടെയുള്ള തെക്കൻ സംസ്ഥാനങ്ങളിലെ 610 ആനസങ്കേതങ്ങളിലാണ് കണക്കെടുപ്പ് നടക്കുന്നത്. കണക്കെടുപ്പിന്റെ ഭാഗമായി 1300ഓളം ഉദ്യോഗസ്ഥർക്കും വാച്ചർമാർക്കും പരിശീലനം നൽകി. കേരളത്തിൽ മാത്രം 160 ആനസങ്കേതങ്ങളിലാണ് കണക്കെടുപ്പ് നടക്കുന്നത്. ആനമുടി ആനസങ്കേതത്തിൽ 197 ബ്ലോക്കുകളാണുള്ളത്. നിലമ്പൂർ 118, പെരിയാർ 206, വയനാട് 89 ബ്ലോക്ക് വീതവും ഉണ്ട്. ഓരോ ബ്ലോക്കിലും പരിശീലനം നേടിയ കുറഞ്ഞത് 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. അടുത്ത 2 ദിവസങ്ങളിലും പരിശോധന തുടരും. ഇന്ന് നേരിട്ടുള്ള കണക്കെടുപ്പ് രീതിയായ ബ്ലോക്ക് കൌണ്ട് രീതിയിലും നാളെ പരോക്ഷ കണക്കെടുപ്പ് രീതിയായ ഡങ് കൌണ്ട് രീതിയിലും 25-ന് ഓപ്പൺ ഏരിയ കൌണ്ട് രീതിയിലുമാണ് ആനകളുടെ എണ്ണം പരിശോധിക്കുക. ജൂൺ 23-ന് കരട് റിപ്പോർട്ടും ജൂലൈ 9-ന് അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കും. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാന പരിധിയിലെ വനങ്ങളിലും ഇതേ ദിവസം തന്നെ ആനകളുടെ കണക്കെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാലാ നഗരസഭയിൽ കാണാതായ എയർപോർട്ട് ദുരൂഹമായി തിരിച്ചെത്തിയതിനെ ചൊല്ലി ഇടതുമുന്നണിയിലെ തർക്കം കൂടുതൽ രൂക്ഷമാകുന്നു. എഫ്ഐആറിൽ പേര് ചേർക്കപ്പെട്ട CPM അംഗം ബിനു പുളിങ്കണ്ടം കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് കേരള കോൺഗ്രസ് പ്രതിനിധിയായ ചെയർമാൻ യോഗം പിരിച്ചുവിട്ടു. ചെയർമാനെതിരെയും ക്രിമിനൽ കേസ് ഉണ്ടല്ലോ എന്ന മറുവാദമാണ് ബിനു ഉയർത്തുന്നത്. ഏറെക്കാലമായി തുടങ്ങിയ തർക്കം കൂടുതൽ രൂക്ഷമാകുകയാണ്. എയർപോർട്ട് വിവാദത്തിൽ പിടിച്ചാണ് പുതിയ ഭിന്നത. സംഭവത്തിൽ CPM അംഗം ബിനു പുളിക്കകണ്ടത്തിനെതിരെ എഫ്ഐആറിൽ പേര് ചേർത്തതാണ് പുതിയ വഴിത്തിരിവ്. കേസിൽ പ്രതിയായ അംഗം കൌൺസിൽ യോഗത്തിൽ ഇരിക്കുന്നത് ശരിയല്ല എന്ന് കേരള കോൺഗ്രസ് അംഗം ചൂണ്ടിക്കാട്ടിയതോടെയാണ് ചെയർമാൻ ഷാജു തുരുത്തൻ യോഗം പിരിച്ചുവിട്ടത്. ഈ കൌൺസിലിനെ സംബന്ധിച്ചാലും കൌൺസിലിൽ ഇരുന്ന ഒരു കൌൺസിൽ അംഗത്തിന്റെ എയർപോർട്ട് കാണാൻ പോയി. എയർപോർട്ട് അതേ സംബന്ധിച്ച് കോടതി കേസ് നടക്കുന്നു. കോടതിയിലല്ല, പോലീസ് സ്റ്റേഷനിൽ പോലീസ് അന്വേഷണത്തിൽ ഈ സാധനം ആരുടെ കയ്യിലായിരിക്കുന്നത് കണ്ടെത്തിയ ആള് കൗൺസിലിൽ ഇരിക്കുന്ന ശരിയല്ല എന്നുള്ളതാണ്. ആരാണേലും വരാതിരിക്കാൻ മാറി നിൽക്കുക, അതാണ് എന്റെ മര്യാദ. അതേസമയം ചെയർമാനെതിരെയും കേസുണ്ട് എന്നാണ് ബിനു ചൂണ്ടിക്കാട്ടുന്നത്. മറ്റു പല കൗൺസിലർമാർക്കെതിരെയും കേസുകളുണ്ട്. ഈ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. പാലാ നഗരസഭയിലെ ഹെൽത്ത് സൂപ്പർവൈസറെ അകാരണമായി മർദ്ദിച്ച് അവശനാക്കിയ കേസിലെ പ്രതിയാണ് ചെയർമാൻ. വെളിയിൽ പറയാവുന്നതും പറയാൻ പറ്റാത്തതുമായ നിരവധി കേസിൽ പ്രതിയായ അവർ പറയുന്ന വിചിത്രമായ വാദം, പോലീസ് എഫ്ഐആർ ഇട്ട് അന്വേഷണം നടക്കുന്നു, എഫ്ഐആറിൽ പ്രതി ചേർക്കപ്പെട്ടതുകൊണ്ട് ഒരാൾ കുറ്റാരോപിതനാകുന്നില്ല എന്ന സത്യം നിലനിൽക്കുന്ന സാഹചര്യത്തില് അകാരണമായി രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ നീക്കം ഒരു രീതിയിലും ഞാൻ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഏതായാലും ഇടതുമുന്നണിയിലുണ്ടായ കടുത്ത ഭിന്നത തുടർന്നാൽ ഇനിയുള്ള കൗൺസിൽ യോഗങ്ങളും പ്രതിസന്ധിയിലാകും. തർക്കങ്ങൾ വ്യക്തിപരമെന്ന് പറയുമ്പോഴും പാർട്ടിക്കിടയിലും അന്തരം രൂക്ഷമാകുകയാണ്. ന്യൂസ് 18 കോട്ടയം. ഇനി ഇന്റർനാഷണൽ വാർത്തകൾ നോക്കുമ്പോൾ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഖബറടക്കം ഇന്ന്.
മഷാദിലെ ഇമാം റീസ പള്ളിയിലാണ് ചടങ്ങ്. പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയുടെ നേതൃത്വത്തിൽ ഇന്നലെ അന്ത്യാഞ്ജലി അർപ്പിച്ചു. 60ഓളം രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. ടെഹ്റാൻ സർവകലാശാല ക്യാമ്പസിലായിരുന്നു ചടങ്ങ്. മരിച്ച 8 പേരുടെയും മൃതദേഹങ്ങൾ വിലാപയാത്രയായാണ് കൊണ്ടുവന്നത്. ഇനി കായികം നോക്കാം. IPL എലിമിനേറ്ററിൽ രാജസ്ഥാൻ റോയൽസിന് ആവേശജയം. ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിനെ 4 വിക്കറ്റിനാണ് സഞ്ജുവും സംഘവും തോൽപ്പിച്ചത്. ടോസ് നേടിയ രാജസ്ഥാൻ ബംഗളൂരുവിലെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ RCB 172 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാൻ 1 ഓവർ ബാക്കി നിൽക്കെ ലക്ഷ്യം കണ്ടു. നാളെയാണ് ഫൈനലിസ്റ്റിനെ തീരുമാനിക്കാനുള്ള ക്വാളിഫയർ. മത്സരത്തിൽ രാജസ്ഥാൻ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഈ റിപ്പോർട്ടോടുകൂടി വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സമഗ്രമായ വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സിൽ രഞ്ജിത്ത് രാമചന്ദ്രൻ.